അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞങ്ങൾ ഞായറാഴ്ചയൊക്കെ ഉണ്ട്. ഇത് നേരത്തെ എടുത്ത വീഡിയോ കേട്ടോ. ദം ബിരിയാണി വെക്കാനായിട്ട് ആദ്യം നമ്മൾ ബിരിയാണി എടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ മാറ്റാം, നമുക്ക് മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ അരി എടുത്ത് വെച്ചു. അപ്പോൾ ചേച്ചിയൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി കൺസേൺ ഞാൻ അരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വെച്ചു. പിന്നെ നാരങ്ങയൊക്കെ വെച്ചു, ചിക്കൻ കഴുകി വെച്ചു, വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഇനി നമുക്ക് ഞാൻ എടുത്തേക്ക് സൺഫ്ലവർ ഓയിൽ വേണം. നമുക്കിതിന് സൺഫ്ലവർ ഓയിൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ മസാല ആവശ്യമാണ് കേട്ടോ. അപ്പം ഇത് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഇൻഗ്രീഡിയൻ്റാണ്. അതുപോലെ 2 ഉണക്കനാരങ്ങ, കറുകപ്പട്ട, കുരുമുളക്, ഇതൊക്കെ ആവശ്യമാണ് കേട്ടോ. അതിൻ്റെ ഒരു പാക്കായിട്ട് ഞാൻ വാങ്ങിച്ചു. ജീരകം, പെരുംജീരകം എല്ലാം കൊണ്ടുള്ള. ഈ ഉണക്ക നാരങ്ങ നിങ്ങൾ മറക്കാതെ വാങ്ങേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ്. അതുപോലെ കറുകപ്പട്ടയും കാര്യങ്ങളും. ആദ്യം തന്നെ ഞാനൊരു വെള്ളം വെച്ചു. ചേച്ചിയൊക്കെ വന്നായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ വെള്ളം വെച്ചു. അതിൻ്റെ അകത്തേക്ക് കറുകപ്പട്ട, 2 ലെമണ്, അതുപോലെ തന്നെ ഉണക്ക ലെമണ്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാമല്ലോ, ഗ്രാമ്പൂ, പട്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു, ഏലക്കയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചു കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ആണ് ഞാൻ ഓർത്തത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചില്ലെന്ന്. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ എന്താ പറയുക, അരി വേവുമ്പോൾ ചോറ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം വിട്ട് നമുക്ക് കിട്ടും. അതിന് ശേഷം ഇത് തിളയ്ക്കുക, നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കണം കേട്ടോ. അരിയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് തിളച്ച് ഒത്തിരി വേവാവരുത്, എന്നാൽ ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതാകും. നമ്മൾ അന്ന് എടുത്ത അരി എനിക്ക് മറന്നുപോയി ഗൈസ്, ഓർമ്മയില്ല. ഓർമ്മയുള്ളപ്പോൾ ഞാൻ പറഞ്ഞേക്കാം, ഒന്ന് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കാം കേട്ടോ. അപ്പം ഇത്ര ഇട്ടു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നിങ്ങളിടണം. ഞാനത് പിന്നീടാണ് ഓർത്തത്, പക്ഷേ ഞാൻ ഇട്ടു. ഓക്കെ, അപ്പം ഇത്രയും നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് തിളച്ച് ഒന്നായി കഴിയുമ്പോഴത്തേനും നമ്മൾ ഊറ്റിയെടുക്കേണ്ടതാണ്. ഇതിന് ശേഷം നമുക്ക് മസാലയുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ ഷോപ്പിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി ഇതിന് മന്തിക്ക് വേണ്ട മസാല. ആ മസാലയും കറുവപ്പട്ടയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള അരി ഊറ്റുന്നതിന് വരെ ഇങ്ങനെ കണ്ണൂപ്പ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇതുള്ളപ്പം എനിക്ക് ഇതാണ് എളുപ്പമായിട്ട് തോന്നിയത്. സോ അതുകൊണ്ട് ഞാനിങ്ങനെ ഊട്ടുള്ള തവിയിലെടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചു. അപ്പോഴത്തേനും വെന്ത് കേട്ടോ. അപ്പോൾ ചേച്ചീൻ്റെ മോനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചേച്ചി സെറ്റ് ചെയ്യായിരുന്നു. ഞാനിതും ചെയ്തു കണ്ടോ. ആ ഉണക്കനാരങ്ങ, ഇപ്പം നിങ്ങൾ ആ ഉണക്കനാരങ്ങ പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊന്നും കാണത്തില്ല. അതിൻ്റെ അകത്തുള്ള സത്തെല്ലാം ഈ ചോറിൻ്റെ അകത്തേക്ക് ഇതായിക്കണം. നല്ലൊരു നമുക്ക് എസൻസും കാര്യങ്ങളും പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ടി വരത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ്. അങ്ങനെ ഇത് ഊറ്റി നിങ്ങൾ വെക്കുക. ചോറൊക്കെ ഞാൻ വാങ്ങി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതാനായിട്ട് നമ്മുടെ ചേച്ചി അപ്പം നമ്മൾ ചിക്കൻ എടുത്തു. അതിൻ്റെ അകത്തേക്ക് കുരുമുളകും ഈ മസാലപ്പൊടിയും കൂടി ഇട്ട്, ചിക്കൻ ഞാൻ പറഞ്ഞില്ല നേരത്തെ കാണിച്ച ഒരു സിൽവർ കവറിലുള്ള മസാലക്കൂട്ട് അത് നിങ്ങളെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഉപ്പും ഇതും ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം എനിക്ക് വേണ്ടാന്ന് തോന്നി, ഇത്രയും മസാല ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ ആഡ് ചെയ്തില്ല. അതിന് ശേഷം ആദ്യം നമ്മൾ കുക്കറിൽ ഈ ചിക്കന് ഇച്ചിരി എന്താ പറയുക, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ വെച്ച് നല്ല കുറച്ചേ വെക്കാവും കേട്ടോ. കുക്കറിൽ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ചോറിടാം. അങ്ങനെ വേണം. എന്ന് വെച്ചാൽ ഞാനത് ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി. സോ ഇങ്ങനെ വേണം ചെയ്യാൻ. എൻ്റെ അടിയിൽ ചിക്കനുണ്ട്, അതിൻ്റെ ചോറിടുക. ഞാനിപ്പോൾ ഇച്ചിരി എന്താ പറയുക, മഞ്ഞൾ ഇച്ചിരി ഒന്ന് വെള്ളത്തിൽ കലക്കി അതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് വെച്ച് കൊടുത്ത് ഇച്ചിരി കളറിനൊക്കെ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ലൈറ്റർ ഓൺ ചെയ്തിട്ട് കുക്കർ സാധനം ഇങ്ങനെ. അപ്പം എനിക്ക് വെയിറ്റ് ആയതുകൊണ്ട് ചേച്ചിയാണ് കേട്ടോ ഒറ്റ കയ്യിൽ ഞാൻ ഇതിവിടെ പിടിച്ചതുകൊണ്ട് ഒറ്റ വിസിലടിക്കാതെ എടുത്ത് അതിന് ശേഷം ചോറ് നന്നായിട്ട് ചോറ് സെപ്പറേറ്റ് ആക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ അങ്ങനെ സെപ്പറേറ്റ് ആക്കി രണ്ടും നിൽക്കുക.
അപ്പം ഞങ്ങൾ അത് ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് നമ്മുടെ ചോറ് ഇത് വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാൽ ഇതാണ് നമ്മുടെ ചോറ്. ടേസ്റ്റ് ചേച്ചിയുടെ മോനെ വീഡിയോ എടുത്തു. പിന്നെ അതൊക്കെ എടുത്തു. ചിക്കൻ പീസുകൾ അറേഞ്ച് ചെയ്ത് വെച്ചു. ഈ മന്തി എല്ലാം 2 ഇതായിട്ട് ഞങ്ങൾ ചെയ്തു. കാരണം എല്ലാവരും ഉള്ളതുകൊണ്ട് ചേട്ടൻ ചേച്ചി എല്ലാവരും ഉള്ളതുകൊണ്ട് 2 സെറ്റായിട്ട് എടുത്തിട്ട് പിന്നീടാണ് ചിക്കൻ പീസും കാര്യങ്ങളൊക്കെ സെറ്റിങ് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്തു. പിന്നെ എൻ്റെ അടുത്ത് ചട്നി ചെയ്തിരുന്നു, മയോണൈസ്. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ, തിരക്കിൽ. സമയം 1 മണി കഴിഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മന്തി കണ്ട നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. എനിക്ക് തന്നെ ഒരു പ്രൗഡ് തോന്നി. ഞാൻ അങ്ങനെ കയറിയ തന്നെ ഇരിക്കണ്ട കഥാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നെ അതൊന്ന് പറഞ്ഞു നിൽക്കാം. എന്നോട് ഇന്നലെ പറഞ്ഞ് ഞാനെല്ലാം ചെയ്യും. അപ്പം ചേച്ചി വന്നിട്ട് വിളിക്കൊരു ഇതായി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഞാൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം മന്തി നമുക്ക് ചിലവ് ചുരുക്കി വീട്ടിൽ ചെയ്യാൻ കേട്ടോ. അപ്പം എല്ലാവരും ചെയ്യുക, ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ.